ഇന്നിനി എന്താണാവോ? അന്ന ഒന്നിങ്ങോട്ട് വന്നേ. എന്താ പ്രിയ? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഈ പ്ലാവ് അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊമ്പ് ഇന്ന് മുറിക്കണം. അട്ടയും പുഴുവും ഛർദിക്കാൻ വരുന്നത്. അതിനിങ്ങനെ ഒച്ച ഉണ്ടാക്കണോ? നമ്മൾ ഈ വില്ല വാങ്ങുമ്പോഴേ ഉണ്ടായിരുന്നോ ഈ പ്ലാവ്? ഈ കൊമ്പ് അന്നേ അങ്ങോട്ട് ചാഞ്ഞു തന്നെ ആയിരുന്നല്ലോ. ന്യായം ഒന്നും പറയണ്ട, എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. ഒന്നുമില്ല, ഈ പ്ലാവ് മുറിക്കണം, അത്ര തന്നെ. ചേട്ടാ, അത് നേരത്തെ തന്നെ മുറിക്കേണ്ടതല്ലായിരുന്നു. അതെ, അങ്ങനെയായിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് തലവേദന ഇല്ലാതെ ജീവിക്കായിരുന്നല്ലോ. എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ, ഇതിനൊരു സൊല്യൂഷൻ കാണും. എടാ, നിനക്കറിയാവുന്നല്ലേ, ഞാൻ വിളിച്ചല്ലേ, ആളെ കിട്ടണ്ടേ? ചേട്ടാ, ശ്രമിച്ചിരുന്നെങ്കിൽ ആളെ കിട്ടാനാണോ പാട്? ഇവിടെ ഇഷ്ടം പോലെ ബംഗാളികളില്ലേ? എന്താ നിങ്ങൾ ബംഗാളി വിളിച്ചോണ്ടോ? എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ തീർത്തോളൂ, പക്ഷേ ഈ ഒച്ചയും ബഹളമൊന്നും ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ ബഹളം? ഈ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും ബഹളം വെച്ചു പോകും. ഇവളായതുകൊണ്ട് ഇത്രയും ചെയ്തോളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ കൊമ്പ് ഞങ്ങൾ തന്നെ അങ്ങ് മുറിച്ചോളാം. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പ്ലാവാരും മുറിക്കണ്ട. ഓഹോ, അതിന്റെ അർത്ഥം ഞങ്ങളിത് സഹിക്കണമെന്ന്. അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനിന്ന് രാത്രി തന്നെ ആളെ വിളിക്കും, കൊമ്പും മുറിക്കും. അത് പറ്റത്തില്ല. എന്ന് വെച്ചാൽ സമയമാകുമ്പോ ഞാൻ തന്നെ അങ്ങ് മുറിക്കും. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട. ഭാര്യയും ഭർത്താവും കൂടെ മനുഷ്യന്റെ സ്വഭാവം മോശമാക്കരുത്. ഉലകിൽ കാരണമില്ല പലവിധ കലഹം പതിവല്ലേ. ഒരുപാടടുപ്പമോടിരുന്നാൽ അതും ഒരു മടുപ്പായി തീരല്ലേ. എന്താ വേണ്ട? ഒരു കോഫി വേണം. കോഫി. ചക്കപ്പഴത്തിന് മണമുണ്ടോ? ഒരു കോഫി വരാം. മണം കിട്ടുന്നുണ്ട് ചക്കപ്പഴത്തിന്റെ? ഇല്ല. കോഫി അല്ലേ? അപ്പൊ എനിക്കൊരു ചായ. ആ, എടാ, എന്നാ. ഞാൻ ചോദിച്ചത് കോഫിയാണ് അബു. ഞാൻ ചായല്ലോ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാ പോരെ? ഇത്രയേ ഉള്ളൂ. മതി. എന്താണ് പോയി? മാധവ്, ഡാ, ഇച്ചായം വന്ന് വിളിച്ചു, ഞങ്ങൾ പോയി. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആര് ഇഷ്യൂ ആക്കി? അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്നില്ല. എടാ പ്രിയ, ഇത് ഇത്ര ഇമോഷണൽ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് സംഗതി ഇത്ര വഷളായത്. അന്നേം ഡീൽ ചെയ്തത് വളരെ ഇമ്മച്ചുവേർഡായിട്ട് എനിക്ക് തോന്നിയത്. ഓഹോ, തർക്കിക്കാൻ ഞാനില്ല. എനിക്കും തർക്കിക്കാൻ ഒരു താല്പര്യമില്ല. ആ പ്ലാവ് ഞാനങ്ങ് മുറിച്ചേക്കാം, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അതായിരിക്കും രണ്ടു കൂട്ടർക്കും നല്ലത്. അതല്ല മാധവ് നല്ലത്. അത് മുറിക്കണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണ് നല്ലത്. തത്വമൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെറിയ. അനുഭവത്തിൽ വരുമ്പോ നമ്മളൊക്കെ പഠിക്കുള്ളൂ. ആ, ആയിക്കോട്ടെ. ഏതായാലും രണ്ടല്ലേ പറ്റിയുള്ള തർക്കം വേണ്ട, അതങ്ങ് മുറിച്ചേക്കാം. നിങ്ങൾ രണ്ടാളും ജയമോ സാറെ വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. സർ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്ക മഹോത്സവം നടക്കുക കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മഹോത്സവമാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയാ സർ? ചക്ക വേണ്ട സർ. സർ, നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല, വല്ല തേങ്ങ. ചക്കപ്പഴത്തിന് വരും തേങ്ങപ്പഴം. ഞാൻ എന്റെ സ്പോൺസർ പറഞ്ഞതിന്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല. സർ, ഈ ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്, പരിപാടി വിഴുങ്ങാനല്ലേ പറഞ്ഞത്. ചെല്ല് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പോയി പ്ലാൻ ചെയ്യും. ചെല്ല്. മധുരം കട്ട സാറിന് ചക്കട മണക്കുണ്ടോ? എനിക്കും കിട്ടി. നിനക്ക് മണത്തോ? മണമുണ്ട്. ചായക്ക അല്ല, ചക്കക്ക്. ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഷോ ആയ ഹലോ FM-ന്റെ ഹലോ നമസ്തേയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, മോസ്റ്റ് ഫേവറേറ്റ് RJ മാധവ്, എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തേയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്.
ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്ക എട, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ്. അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം, അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുതെന്ന് പറയാൻ പാടില്ല മാധവ്. ഒരു തെറ്റായ പ്രയോഗമാണ്, അതങ്ങനെ പറയാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവില് നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവിലുണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തൊപ്പി ഉണ്ടാക്കി, പ്ലാവിനോണ്ട് തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല മാധവ്. എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. എന്റെ പ്ലാവല്ല, അതിന്റെ കൊമ്പ് പോയിട്ട് ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ, നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീയാടാ കിഴങ്ങൻ. ഞാനില്ലേ കാണാറുന്നു. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? മിണ്ടായിരുന്നേ. മാധവ് ഇവിടെ നിന്നാ മതി. അതെന്താ കൂടെ വന്ന കണ്ട് മൂക്കി കെറ്റി കളയൂ? മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അച്ഛൻ വാ, നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയി. ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ. ഇരിക്കൂ. ചായ ഒന്നും വേണ്ട. അതുമല്ല, അയൽപക്കക്കാരുടെ മുമ്പിൽ ആകെ അങ്ങ് പൊട്ടയായിരിക്കുമല്ലേ? ആ മനപ്രയാസത്തിനിടയിൽ അന്നോ ചായ. മിസ്റ്റർ ജലീബ്, ഈ കോളനിയിൽ ഇങ്ങനൊരു ഇഷ്യൂ ആദ്യമായിട്ടാ. ഒത്തുതീർപ്പിന് വന്ന ആളെ ഭാഗം പറയാൻ പാടില്ല. എന്നാലും പറയും, ഇതെന്താ ഈ കൊച്ചനാണോ പ്ലാവിന്റെ കൊമ്പ് അങ്ങോട്ട് ചരിച്ചു വെച്ചത്? അല്ലെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് വിറ്റേച്ച് പോണോന്ന്. ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തിലാ ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത്. അതിപ്പോ ഇങ്ങനെയോ ആയി. അതുമല്ല ചേച്ചി, ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി. അതൊന്നും സാരമില്ല, നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്ക് കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പങ്ങ് മുറിച്ചേക്ക്. ഇത് കോളനിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചു. ഒരുത്തനെയും പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടല്ലോ. മുറിച്ചേക്കാം, കൊമ്പല്ല മരം തന്നെ മുറിച്ചേക്കാം. താങ്ക് യു ജലീബ്, താങ്ക് യു. നമുക്കിറങ്ങാം.